ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയായിരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിച്ചല്ലോ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, 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 നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അല്പനേരം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അല്പനേരം ദൈവസന്നിധിയായിരുന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമാം സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമാം സ്നേഹിച്ചെന്നെ നിന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. മഹാകൃപയ്ക്കായപ്പാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മയ്ക്കർഗലേവിക്കുമേ. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗത്തിൽ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ചെന്നുപാടാം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചി. മോചനം വീണ്ടും ജനനവും, മോചനം വീണ്ടും ജനനവും, നീജപാപി എന്നിൽ വസിപ്പാനപ്പാ, നിന്നാത്മാവിൻ്റെ ദാനവും തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. മോചനം വീണ്ടും ജനനവും, നീജപാപി എന്നിൽ വസിപ്പാൻ, നിന്നാത്മാവിൻ്റെ ദാനവും തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി
സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ച് സന്തോഷത്തോടെ പേർക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒന്നുമില്ലായ്മയിൽ സന്തോഷത്തോടെ പറയാൻ പറ്റുമോ? നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമാം സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ മഹാകൃപയ്ക്കാം അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അപ്പാ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും സന്തോഷത്തോടെ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും എത്ര വേഗം പകൽക്കാൽ സന്തോഷത്തോടെ പറയാൻ കർത്താവേ, അങ്ങയുടെ കൃപയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ജീവിതത്തിൽ ഒരു നിമിഷം കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു പകലും കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയത് ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന തന്റെ ജനങ്ങൾ ഏതു സ്ഥലത്തിരുന്നാലും നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പാ നിന്റെ കൃപയല്ലാതെ, അങ്ങയുടെ ബലമല്ലാതെ, അങ്ങയുടെ ശക്തിയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമാം സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമാം സ്നേഹിച്ചെന്നെ നിന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി
ഒന്നുമില്ലായ്മയിൽ. എത്ര നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും അപ്പാ, ഒന്നുമില്ലായ്മയിൽ കർത്താവ് ഞങ്ങളെ അത്രത്തോളം പരിപാലിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ സന്തോഷത്തോടെ ഉന്നയുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമാം സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗത്തിൽ ലഭിക്കും. നാശമില്ലാത്ത അവകാശവും അപ്പാ യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗത്തിൽ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി എത്ര പേര് സന്തോഷത്തോടെ പറയുവാൻ കഴിയും അപ്പാ, അങ്ങയുടെ കൃപയല്ലാതെ അങ്ങയുടെ ദയയല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മോചനം വീണ്ടും ജനനവും പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. മോചനം വീണ്ടും ജനനവും പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി എത്ര പേർക്ക് സന്തോഷത്തോടെ കണ്ണുനീരോടെ നമുക്ക് പറയുവാൻ കഴിയും അപ്പാ, അങ്ങയുടെ കൃപയല്ലാതെ ഞങ്ങൾക്ക് എന്നുള്ള കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ കർത്താവ് എങ്ങളുടെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. നിൻ മഹാകൃപയ്ക്കായി
പകൽക്കാലം പറയുവാൻ കഴിയും, കർത്താവേ അങ്ങയുടെ കൃപയല്ലാതെ ഒന്നുമില്ല കർത്താവേ, അങ്ങയുടെ ദയയല്ലാതെ ഒന്നുമില്ല കർത്താവ്. എത്ര പേർക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ നടത്തിയൊരു ദൈവമുണ്ട്, ഞങ്ങളെ പരിപാലിച്ചൊരു ദൈവമുണ്ട്. ആ സ്നേഹത്തിൻ്റെ മറവിൽ നമുക്ക് പറയുവാൻ കഴിയും, അപ്പാ അങ്ങയുടെ കൃപയല്ലാതെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കേൾക്കുവാനിടയായി തീർന്നു. ഹോസ്പിറ്റലിൽ, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സഹോദരി, ഒരു നേഴ്സ് സഹോദരി പെട്ടെന്ന് തനിക്ക് കാലിൽ ചെറിയ അസ്വസ്ഥതയായി താൻ വീഴുവാനിടയായി തീർന്നു. എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഹല്ലേലൂയ സ്തോത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സാധാരണ രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം ജോലിയുടെ അസ്വസ്ഥത കൊണ്ടാണ് താൻ വീണു എന്ന് എല്ലാവരും വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരെ വിടുവാനിടയായി തീർന്നു. അവരുടേതായ കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവരുടെ ഞരമ്പുകൾ ഹല്ലേലൂയ സ്തോത്രം അത് ചുരുങ്ങുന്നൊരനുഭവമാണെന്ന് കാണുവാനിടയായി തീർന്നു. എന്നാൽ ആ പ്രിയപ്പെട്ട അനുഭവം ഞാൻ കേട്ട് മനസ്സിലാകുവാനിടയായി തീർന്നത് ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ 1-2 ആഴ്ചക്കകം തന്നെ ആ സഹോദരിക്ക് 2 കാലുകളും അനങ്ങുവാൻ കഴിയാതെ താൻ പാടെ കിടപ്പിലാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വളരെ ആരോഗ്യത്തോടെ നടന്നുകൊണ്ട സഹോദരി, ഒരു പ്രശ്നമില്ലാതെ വളരെ സന്തോഷത്തോടെ കുടുംബമായി പോയിക്കൊണ്ടിരുന്നതായ ആ സഹോദരി കഴിഞ്ഞ ബുധനാഴ്ച നാട്ടിലേക്ക് 3 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണ് തനിക്ക് വേണ്ടി ഹോസ്പിറ്റലിയ സ്തോത്രം നാട്ടിലേക്ക് താൻ കടന്നു പോകുവാനിടയായി. ഞാൻ പറഞ്ഞൊരു സാഹചര്യം എന്ന് പറയുന്നത് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ദൈവം സൗഖ്യം നൽകട്ടെ. പക്ഷേ നാം ഓർത്തു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, നമ്മുടെ കൃപയല്ല, നമ്മുടെ ബലമല്ല, നമ്മുടെ ശക്തിയല്ല, അങ്ങയുടെ കൃപ ഒന്ന് മാത്രമാണ് നമ്മെ നടത്തുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നമുക്കൊന്ന് പറയുവാൻ കഴിയും, അപ്പാ എൻ്റെ ഒരു കൃപയുമല്ല, എൻ്റെ ഒരു ബലമല്ല. നമ്മൾ പലപ്പോഴും പറയുന്നു എൻ്റെ ബലം കൊണ്ടാണ് ഞാനിത് നേടിയത്, എൻ്റെതായ സകലവിധമാകുന്ന അറിവുകൾ കൊണ്ടാണ് ഞാൻ നേടിയെന്ന് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഈ കേൾക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രമാണ് ഇന്ന് പകൽക്കാലം നിൽക്കുവാനിടയായി തീർന്നത്. 1 മണിക്കൂറും കൂടെ അല്ല, 1 സെക്കൻഡും കൂടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ഭാഗ്യം നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കുന്ന ജനം നമുക്ക് ഒരുമിച്ച് പറയണപ്പാ നിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു ഗാനം കൂടെ പാടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്കൊരു കാര്യം ഓർക്കണം, നമുക്ക് എത്ര കാലം ഇതുപോലെ സ്തുതിക്കാൻ കഴിയും നമുക്കറിയത്തില്ല. കാരണം അങ്ങനെയുള്ള രോഗത്തിലാണ് ജീവിക്കുന്നത്. ഏത് വിധേനയും തകർന്നു പോകാനുള്ള സാധ്യതയുള്ള, ഏത് വിധേന ഒതുങ്ങിപ്പോകുവാനും വിവിധമായ രോഗങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്തോളം കർത്താവിനെ ആരാധിക്കാം. ദൈവത്തെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് യേശുവേ കുറവില്ലതാ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ കുറവില്ലതാ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ.
പേർക്ക് പറയാൻ കഴിയും? കുറവിനിയില്ലതാ അനുദിനം തന്നിരവിൽ മറവിൽ വസിച്ചിടും ഞാൻ. കൃപ എനിക്ക് യേശുവേ കൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും മനോവേദന മനോവേദന പല ശോധന മമ ജീവിത പാതയത്. മനോവേദന പല ശോധന മമ ജീവിത പാതയത്. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരെ ഹല്ലേലൂയ. ആവിചാരി ഞാൻ ആശ്വസിക്കൂ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും. എത്ര നല്ലവൻ! ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എത്ര സന്തോഷത്തോടെ പറയാൻ കഴിയും? നിങ്ങളുടെ ആവശ്യങ്ങളെ നന്നായി അറിഞ്ഞ് പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. എന്റെ ആശയും ദിനമൊക്കെ എന്റെ ആയുസ് നമുക്ക് ചേർന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങേ വിട്ട് ഒരു നിമിഷം പോലും ഞാൻ മാറത്തില്ല. ഹല്ലേലൂയ. തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ അപ്പാ അങ്ങയുടെ മാറിൽ ചാരുന്നൊരു ദിവസം വരെ അപ്പാ
തന്നെ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപ മനോവേദന ഫലശോധന മമ ജീവിത പാതയത്. മനോവേദന ഫലശോധന മമ ജീവിത പാതയത്. മറവേറിടുമ്പോൾ ആത്മനാഥനവൻ അവിചാരി ഞാൻ ആശ്വസിക്കും. ഹല്ലേലൂയ. മറവേറിടുമ്പോൾ ആത്മനാഥനവൻ അവിചാരി ഞാൻ ആശ്വസിക്കൂ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവേ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എന്റെ ആയുസ് ദിനമൊക്കെ, എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനപ്പാ. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവം എത്ര നല്ലവൻ, ആശ്രയിച്ചു. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും സന്തോഷത്തോടെ പറയാൻ കഴിയുമോ? എന്റെ ആവശ്യങ്ങളെല്ലാം മാറി. പിന്നെയും ആ ചേർന്ന് പാടാമോ? എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. 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 എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ.